ഹായ് ഫ്രണ്ട്സ്, ഡ്രൈവിംഗ് സോൺ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നവിത. ലൈസൻസ് കിട്ടിയിട്ട് 1.5 വർഷമായി. പക്ഷെ വണ്ടി എടുക്കാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു കോൺഫിഡൻസ് വരുത്തിക്കാനായിട്ട് ഉദയൻ ചേട്ടൻ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി വണ്ടി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടു, സീറ്റ് അഡ്ജസ്റ്റ് എല്ലാം കറക്റ്റാണ്. ഓക്കെ, ഇനി ബ്രേക്ക് ക്ലച്ചും ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ന്യൂട്രൽ ചെയ്യേണ്ടതെന്നൊരു ചോദിക്കും. എന്നാൽ ന്യൂട്രൽ ക്ലച്ച് ഫുള്ള് ചവിട്ടിയാൽ ന്യൂട്രലാണ് കേട്ടോ. അപ്പോൾ ബ്രേക്കും ക്ലച്ചും ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത്, ക്ലച്ച് ഫുള്ള് ചവിട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ഇനി ഒന്നാമത്തെ ഗിയർ ഇടാം, ഇങ്ങോട്ട് അടുപ്പിച്ച് ഞാൻ വെക്കാം. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ബാക്കിൽ വണ്ടി വരുന്ന ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ. അപ്പോൾ ബാക്കിൽ വണ്ടി വരുന്ന നോക്കിയിട്ട് നല്ല ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, എക്സിറ്റിൽ കാല് വെക്കുക. എക്സിറ്റ് കൊടുക്കണ്ട. ക്ലച്ച് മെല്ലെ പകുതി വന്ന് കണക്റ്റ് ആവുന്നല്ലേ, അവിടം വരെ വാ. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധ വരേണ്ടത്. എവിടെയും വണ്ടി സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് ക്ലച്ചിൽ, ആ ക്ലച്ചിന്റെ പകുതി ഭാഗം വന്ന് കുറച്ചും കൂടി വാ. ഒരു വണ്ടി ചെറിയൊരു അനക്കം വന്നില്ലേ, ഇനി അങ്ങോട്ടാണ് എക്സിറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യാം. ഇപ്പം മുമ്പിലെ ഗ്ലാസ്സിൽ ക്ലിയർ അല്ല, മഴ വരുന്നുണ്ട്. അപ്പം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തോളൂ. അതിന് ആ വൈപ്പർ സ്വിച്ച് ഇട്ടോളൂ. ഓക്കെ, പോട്ടെ. കുറച്ചും കൂടി ഏകദേശം ഒരു 20 സ്പീഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗിയറിലേക്ക് ഇടാം. അപ്പോൾ എക്സിറ്റർ വിടണം, ക്ലച്ച് മുകളിൽ ചവിട്ടിന് എക്സിറ്റർ വിടണേ. അപ്പോൾ ഓക്കെ, പോട്ടെ. വെള്ളം വരേണ്ട ഇപ്പുറത്ത് കേട്ടാ. മൂന്നാമത്തെ വലത്തോട്ട് പോകരുത്, സ്റ്റാരിങ് മുറുക്കെ പിടിക്കണം. ഗിയറിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് സ്റ്റാരിങ്ങിനാണ്. സ്റ്റാരിങ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. അവിടെ ഒരു ഹമ്പ് കാണുന്നുണ്ടല്ലോ, അവിടെ ഹമ്പിൻ്റെ അടുത്ത് ബ്രേക്കിൽ മെല്ലെ സ്ലോ ചെയ്ത് ബ്രേക്ക് രണ്ടിലേക്ക് പോകാം. ബ്രേക്ക് ചോട്ടിക്കൊണ്ട് ബ്രേക്ക് രണ്ടാമത്തേക്ക് ക്ലച്ച് റിലീസ് ചെയ്തേ. ബ്രേക്ക് മെല്ലെ ലൂസ് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് പോവാ. ഇനി ബാക്കിൽ എടുക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിൽ വണ്ടി വരുന്നതാണ്, നമ്മൾ ബാക്കിലെ വണ്ടി ശ്രദ്ധ വരണം. നമ്മൾ സർവീസ് റോഡാണ്, എന്നാലും കുറച്ച് ലെഫ്റ്റ് കൂട്ടാതെ കുറച്ച് സെൻട്രലാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മൾ ശ്രദ്ധ ഫുള്ള് ബാക്കിലെ വണ്ടി വരുന്നുണ്ട്, അവർക്ക് സൈഡ് കൊടുക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് വന്നിരിക്കണം. ലെഫ്റ്റിലൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, നാലാമത്തെ ഗിയർ. അവിടെ എക്സ്പ്രസ് ഹൈവേന്റെ എക്സിറ്റ് ആണ്, അപ്പോൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഗിയറിൽ പോകാം. ഈ മഞ്ഞ വരെ കാണുന്നില്ല, നമ്മൾ ശ്രദ്ധിച്ച് പോകാനുള്ളതാണ്. അതേപോലെ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഇറങ്ങുന്നവർക്കും ശ്രദ്ധിക്കാനുള്ള ഒരു സിഗ്നലാണ്. 3-2 ശ്രദ്ധിച്ച് പോവാ. ക്ലച്ച് റിലീസ് പോട്ടെ, മെല്ലെ പോട്ടെ. നമുക്ക് അവിടുന്ന് റൈറ്റേ പോകണ്ട, സർക്കിൾ കറങ്ങിയിട്ട് പോട്ടെ. വാ എക്സിറ്റ് കൊടുത്തുകൊണ്ട് എടുക്കും. ശരിയല്ലേ, മെല്ലെ സ്പീഡാവല്ല. ശരിയല്ല, അവിടെ ഫുള്ള് സ്ലോ ആയ ഫസ്റ്റ് വേണം. ഇങ്ങനെ വണ്ടി വരുന്നത് നോക്ക്, എടുക്കല്ല. ഇതെടുത്തോ, പോട്ടെ. പോട്ടെ. ഓവർടേക്ക് ചെയ്ത് കയറുന്ന വണ്ടിനെ വിടാനായിട്ടാ. അവിടെ ഏതെങ്കിലും സൈഡാക്കണം കേട്ടോ. ബ്രേക്കിൽ ആദ്യം സ്ലോ ചെയ്യാം. ബ്രേക്ക് പിന്നെ ക്ലച്ച് യൂസ് ചെയ്തു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.